എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻബോക്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് മെസ്സഞ്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഇൻബോക്സ് എന്ന് ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ വാട്സപ്പിലെ അതിൻ്റെ ഇൻ്റർഫേസോട് കൂടിയിട്ട് ഉള്ളൊരു ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള, പ്രത്യേകിച്ച് എടുത്ത് പറയുവാണെങ്കിൽ കേരള നിർമ്മിതമായിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചറാണ് ഇൻബോക്സ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 2021 വാട്സപ്പിൻ്റെ പ്രൈവസി പോളിസി എഗ്രിമെന്റ് ഇഷ്യൂ നടക്കുന്ന സമയത്താണ് സിഗ്നൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മളെല്ലാവരും തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും യൂസ് ചെയ്യാൻ തുടങ്ങിയതും. എന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാട്സപ്പിലെ പോലെ സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ കോൾ ഹിസ്റ്ററി കാണാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വീഡിയോ കോളും ഓഡിയോ മെസ്സേജും എല്ലാം ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഇൻബോക്സിനെ കുറിച്ച് എടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ കോൾ ഹിസ്റ്ററി, വീഡിയോ കോൾ ഹിസ്റ്ററി എല്ലാം തന്നെ നമുക്ക് കാണാനും സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ വാട്സപ്പിനേക്കാളും മികച്ച ഒരു ഇൻസ്റ്റന്റ് മെസ്സഞ്ചർ തന്നെയാണ് നമുക്കിത് പറയാൻ സാധിക്കും. എന്തായാലും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു ഇൻബോക്സിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ പാടൊന്നും ഉണ്ടാവത്തില്ല, കാരണം അതുപോലെ തന്നെ സെയിം തന്നെ ഡിറ്റോ ആണെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ ഇൻബോക്സ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കിപ്പോൾ കണ്ടോ, ഇപ്പോൾ കറൻ്റ്ലി ഇൻബോക്സ് പ്രൈവറ്റ് മെസ്സഞ്ചർ മൂന്നാമത്തെ ആ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും 4.7 റേറ്റിംഗ്, 302 റിവ്യൂസ്, അതുപോലെ തന്നെ 18 MB ആണ്, 10K പ്ലസ് ഡൗൺലോഡ്സ് ഓൾറെഡി ഇതിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇനി നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇൻബോക്സ് എന്നും തൊട്ട് മുകളിൽ അവരുടെ ആ ലോഗോയും ഏറ്റവും താഴെ കാണുന്നത് പ്രൊട്ടക്റ്റിംഗ് യുവർ പ്രൈവസി ബെറ്റർ എന്നും അതുപോലെ തന്നെ സെർവർ എൻക്രിപ്റ്റഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ എടുക്കാം. കണ്ടിന്യൂ എടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ പ്രൈവസി പോളിസി എഗ്രിമെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത ഈ ഒരു പേജിലേക്ക് വരത്തുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഒരു OTP വെരിഫിക്കേഷൻ വിൻഡോ വരും. ഇവിടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ OTPക്ക് വരുന്നതിന് വേണ്ടി. OTP വന്നിട്ടുണ്ട് 088391. ഞാനിവിടെ എൻ്റർ ചെയ്യുവാണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് ഡിപ്പെൻസ് ആയിരിക്കും ഈ ഒരു OTP വരുന്ന, ചിലപ്പോൾ ലേറ്റ് ആവാം, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അലോ ഇൻബോക്സ് ടു ആക്സസ് യുവർ കോൺടാക്ട്സ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അലോ ചെയ്യേണ്ടിയിരിക്കുന്നതാണ്. ഇൻബോക്സ് നമ്മുടെ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആക്സസ് ചെയ്യുക, അത് അലോ ചെയ്യുക. അതുപോലെ തന്നെ അലോ ഇൻബോക്സ് ടു ആക്സസ് ഫോട്ടോസ്, മീഡിയ ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ്. അതായത് നമ്മൾ ഇത് അലോ ചെയ്താൽ മാത്രമേ നമുക്കിതിൽ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ മീഡിയാസൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് അലോ ചെയ്യുക. അതുപോലെ തന്നെ അലോ ഇൻബോക്സ് ടു റെക്കോർഡ് ഓഡിയോ, നമ്മൾ റെക്കോർഡ് ഓഡിയോ എന്നതും അലോ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് പോലെ തന്നെയാണ് നമ്മുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ എൻ്റെ യൂസർ നെയിം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ചൂസ് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നില്ല, യെസ് കൊടുത്തു. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഇൻബോക്സിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ടാബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചാറ്റ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്, സ്റ്റാറ്റസ്, കോൾസ്. അപ്പോൾ ഇങ്ങനെ 4 ടാബ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന വേറൊരു ടാബ് തന്നെ എന്നുള്ളതാണ്. അതായത് നമുക്ക് പൊതുവേ നമ്മുടെ വാട്സപ്പൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിൻഡോയിൽ തന്നെയാണ് ഈ ഗ്രൂപ്പും അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ്സും അതും ഇതുമൊക്കെ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ചാറ്റ്സ് മിസ്സാവാറുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാറ്റ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പ്സ്, അതായത് പേഴ്സണൽ ചാറ്റ്സ് ഒരു സൈഡിൽ, ഗ്രൂപ്പ് മറ്റൊരു ടാബിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അതുപോലെ കുറേ ഗ്രൂപ്പുകളുടെ ശല്യം എന്നുള്ള രീതി നമുക്ക് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിലൊരു മെസ്സേജ് അയക്കാമെന്ന് ആദ്യം നോക്കാം. അതിനായിട്ട് ഈ ഏറ്റവും താഴെ കാണുന്ന ആ ഒരു ഐക്കണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര പേര് നമ്മളുടെ കോൺടാക്ട്സിലുള്ളതിൽ എത്ര പേര് ഇത് ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളത്. എന്തായാലും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ 4 കൂട്ടുകാർ മാത്രമാണ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് സനു മെസ്സേജ് അയക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും എന്താ പറയുക,
4 മിനിറ്റ് മുമ്പേ അവൻ ഓൺലൈൻ ആയിരുന്നു എന്നും നമ്മുടെ വീഡിയോ കോളിന് അതുപോലെ തന്നെ ഓഡിയോ കോളിന് പിന്നെ ഈ ഒരു 3 ഡോട്ടിൽ ഞെക്കുവാണെങ്കിൽ അവിടെ വ്യൂ കോൺടാക്റ്റ്, ബ്ലോക്ക് കോൺടാക്റ്റ്, അതുപോലെ തന്നെ സെർച്ച് ചാറ്റ് സെയിം നമ്മുടെ വാട്സപ്പിൽ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ സ്മൈലി ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, ഫയൽ, ക്യാമറ, ഗാലറി, ഓഡിയോ, ലൊക്കേഷൻ, കോൺടാക്റ്റ് അതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ലൈവ് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഓഡിയോ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ താഴെ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഇനേബിൾ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സും നമ്മുടെ വാട്സപ്പിലെ പോലെ തന്നെ ഇതിനകത്തും നമുക്ക് സ്റ്റിക്കേഴ്സും എന്താ പറയുക നമുക്ക് അയക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരു മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുവരെ എന്തായാലും സനു റിപ്ലൈ ഒന്നും കാണാനില്ല. 5 മിനിറ്റ് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൻ ഓൺലൈൻ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്താ പറയുക നമ്മുടെ റിപ്ലൈ കൊടുക്കാം, ആ ഒരു പോസ്റ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിലീറ്റ്, ഷെയർ, ഫോർവേഡ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാ ഓപ്ഷൻസും നമ്മുടെ വാട്സപ്പിൽ എന്തൊക്കെയാണോ ഓപ്ഷൻസ് ഉള്ളത് അതെല്ലാം തന്നെ ഇതിനകത്തും കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെസ്സേജ് ഡെലിവേർഡ് ആയോ അല്ലെങ്കിൽ അവൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈ ടിക്ക് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് അറിയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മറ്റുള്ള കാര്യങ്ങളിൽ നോക്കാം. അതിനിടയ്ക്ക് അവൻ എന്തായാലും മെസ്സേജ് അയക്കുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിന് ഗ്രൂപ്പ് ടാബിൽ നമ്മൾ ഞെക്കിയിട്ട് ഏറ്റവും താഴെ ഈ ഒരു ഐക്കണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ആവത്തില്ല എന്നുള്ളതാണ്. അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെർച്ച് ബട്ടണിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ അതിൽ നമുക്ക് എത്ര പേരെ വേണമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല നമ്മളൊരാളെ ആഡ് ചെയ്തു അവരെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ വാട്സപ്പിൽ എന്താണോ ആ സെയിം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 50 പേരെ മാത്രമേ നമുക്കൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇതുവരെ. എനിക്ക് തോന്നുന്നു നമ്മുടെ വാട്സപ്പിലൊക്കെ 241 പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുവാണ്. ടെക്സ്റ്റിന് നമുക്ക് ഇവിടെ ഫോൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ സ്മൈലീസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ കളേഴ്സ് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമ്മളെ എടുത്ത് കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഏറ്റവും താഴെ കാണുന്ന ലിങ്ക് ക്യാമറ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ ഒരു സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു 3 ഡോട്ടിൽ ഞെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി കോൾസിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിന് നമുക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ അതിൻ്റെ ഹിസ്റ്ററിയാണ് ആക്ച്വലി ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് വാട്സപ്പിലും അറിയാവുന്ന പോലെ തന്നെയാണ്. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ടിൽ നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ന്യൂ ബ്രോഡ്കാസ്റ്റ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഇൻവൈറ്റ്, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സെറ്റിംഗ്സിൽ നമുക്ക് പ്രൊഫൈൽ, വാൾപേപ്പർ, നോട്ടിഫിക്കേഷൻ, സെക്യൂരിറ്റി, ചാറ്റ്, പ്രൈവസി പോളിസി, അതുപോലെ തന്നെ എബൌട്ട് എന്നുള്ള ഈ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രൊഫൈലിൽ ഞെക്കുവാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നമ്മുടെ പേര് വേണമെങ്കിലും ഇനി വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും, റീനെയിം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എബൌട്ടസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇൻബോക്സ് മീ എന്നൊക്കെ പറഞ്ഞുള്ളത് മാറ്റിയിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ബാക്ക് കൊടുത്തിട്ട് വാൾപേപ്പർ നോക്കുകയാണെങ്കിൽ വാൾപേപ്പർ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിടുവാണ്. നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ കാണാൻ സാധിക്കും റിംഗ് ടോൺ, അതുപോലെ തന്നെ വൈബ്രേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ വാട്സപ്പിലുള്ളതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ചാറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചാറ്റ് സെറ്റിംഗ്സിൽ എൻ്റർ കീ വിൽ സെൻഡ് യുവർ മെസ്സേജ്, അതായത് നമ്മുടെ എൻ്റർ കീ നമ്മൾ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിട്ട് എൻ്റർ കീ ഞെക്കുകയാണെങ്കിൽ സെൻഡ് ആകുന്നതാണ്. അതുപോലെ തന്നെ വാൾപേപ്പർ, ചാറ്റ് ബാക്കപ്പ്, അതുപോലെ തന്നെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് നോക്കുകയാണെങ്കിൽ സെയിം എന്താണോ വാട്സപ്പിൽ അത് തന്നെയാണ്. അതിലൊന്നും കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രൈവസി പോളിസി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അവരുടെ ഈ ഒരു പ്രൈവസി പോളിസി കാണാൻ സാധിക്കും, വായിച്ചൊക്കെ നോക്കാം. എബൌട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ് വേർഷൻ എന്നും അതുപോലെ തന്നെ ആരാണെന്നൊക്കെ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ ഒരു സെറ്റിങ്സിൽ നോക്കിയാലും കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ദാവം മെസ്സേജ് റിപ്ലൈ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് ഡെലിവേർഡ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു റെഡ് കളറാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു മെസ്സേജ് നോക്കുവാണെങ്കിൽ കണ്ടോ, 2 ഡബിൾ ടിക്ക് ഗ്രീൻ കളർ, അതായത് മെസ്സേജ് ഡെലിവേർഡ് ആയി എന്നുള്ളതും അതുപോലെ തന്നെ മെസ്സേജ് റീഡ് ആയെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെഡ് കളറുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ഓഡിയോ ഒക്കെ നമുക്ക് അയക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതേ ഇതുപോലെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു വാട്സപ്പിൽ ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു ട്രാക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ മാത്രമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻബോക്സ് ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇൻബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരള നിർമ്മിതമായിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റന്റ് മെസ്സഞ്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിവ് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.